ഇവിടെ ഞങ്ങൾ ചോദിച്ചത് രണ്ട് വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ്. അതിന് ഉസ്താദ് അവറുകളുടെ വിശദീകരണം അല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് ഉപോത്ബലകമായ സ്വഹീഹായ വല്ല ഇബാറത്തുകളും നിങ്ങൾ കാണിക്കാൻ പറ്റുമോ? മുഹ്യിദ്ദീൻ ഷെയ്ഖിന് ആ മാലി തന്നെ പറഞ്ഞുകൂടായിരുന്നോ ഇത് സീരിയസ് ആയ കേസാണ്, മറ്റേത് പറഞ്ഞ ബുക്ക് ചെയ്തിട്ട് ചീട്ടെടുക്കുന്ന കേസാണെന്ന് പറഞ്ഞുകൂടായിരുന്നു? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുക. അങ്ങനല്ല, പറഞ്ഞത് മാലയിലില്ല ഉണ്ടെങ്കിലല്ലേ പറയാം. നിങ്ങളെ ഭാര്യ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റൂലല്ലോ. ഈ വൈരുദ്ധ്യമാണ് എന്ന് തോന്നുന്ന ഇബാറത്തുകളെ, വരികളെ ജംഅ് ചെയ്യുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ് വിവരമുള്ളവരുടെ ശൈലി. അത് കഴിഞ്ഞില്ലെങ്കിലാണ് അതിന് താറുവ് അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ ശരാശരി ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ഇത് ഖുർആനിലുണ്ടാവില്ല. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മാലയിൽ ഇങ്ങനെ ഉണ്ട്, മറ്റേ കുത്തുബിയത്തിൽ അങ്ങനെ ഉണ്ട്, അപ്പൊ അതിന്റെ മറുപടി ഇങ്ങനെയാണ് എന്ന് ഖുർആനിലുണ്ടാവില്ല, ഹദീസിലും ഉണ്ടാവില്ല. കാരണം ഖുർആനും സുന്നത്തൊക്കെ കഴിഞ്ഞ് റസൂലും പിന്നെ സഹാബത്തും ജീവിച്ച് വഫാത്തതിന്റെ ശേഷം മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ കഥ ഇല്ലാതെ എന്തെങ്കിലും പറയരുത്. അപ്പൊ അതിനൊക്കെ സഹിയായ ഹദീസ് വളർന്ന് പറഞ്ഞാൽ നടക്കൂല, ഉണ്ടാവൂല. മുഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ചത് അതിന്റെയൊക്കെ ശേഷമാണ്. ജീവിച്ചതിന്റെ ശേഷമുള്ള സംഭവം റസൂല് പറയണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കന്നെ, സമയം കളയരുത്. പ്രസക്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. മങ്കൂസ് മൗലിദില് നൂഹ് അലൈഹിസ്സലാം ഹീന നഗാമിന റദ, പ്രളയം വന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായം തേടിയെന്നുണ്ട്. അത് കളവാണ്. അതിൽ കുറഞ്ഞ പരിപാടി ഉണ്ടാവില്ലല്ലോ വന്നിട്ട്. അപ്പോ ഖുർആൻ പറയണത് ഫതലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തു എന്നാ ഖുർആനിലുള്ളത്. നൂഹ് നബി ഇസ്തിഗാസ ചെയ്യുന്നപ്പോ ഇങ്ങനെയുള്ളത്. ഇനിയിപ്പോ എന്തിയാ വേണ്ടത്? ആദ്യം നിങ്ങളുടെ ചെയ്യുന്ന ഖുർആനിലുണ്ട്. സോറി, മാറിപ്പോയതാണ്. മാറും, എനിക്കറിയാം. അങ്ങനെ ഓരോന്നും മാറും. ഞാൻ അടുത്ത വരട്ടെ, ഞാൻ അടുത്ത ചോദിക്കും. അല്ല, പെട്ടെന്ന് മനുഷ്യനെ പെട്ടെന്ന് മാറിപ്പോവില്ല. അങ്ങനെ പ്രശ്നം പറ്റൂലേ? ആകെ മാറിപ്പോയിട്ടാണ് മുജാഹിദാണത്. അതന്നെ ഞാൻ പറഞ്ഞത്. ആകെ ആള് മാറിയതായി മുജാഹിദ് പറഞ്ഞത്. അള്ളാഹു കാക്കട്ടെ. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് അവളെ സഹായം തേടിയെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം തേടിയെന്ന്. എന്നാ ഖുർആൻ പറയണത് ഫതലക്ക ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹുവിനോട് ചില കലിമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടുക്കുകയും ആ കലിമത്തുകൾ ചൊല്ലുകയും അങ്ങനെ അള്ളാഹു തൗബ സ്വീകരിക്കുകയും ചെയ്തു. അള്ളാഹ് ധാരാളം തൗബ സ്വീകരിക്കുന്നവനാണെന്ന് ഖുർആൻ പറയണത്. എന്നിട്ട് ആ കലിമത്ത് ഏതാണെന്ന്, ആ വചനം ഏതാണെന്ന് വേറൊരു ആയത്തിലൂടെ പറയുന്നുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. ഇതാണ്, ഇത് മാത്രമാണ് കലിമത്തെന്ന് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ട് മങ്കൂസ് മൗലിദിൽ നേരെ വൈരുദ്ധ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിന്റെ വാസ്തവം ഒന്ന് വിശദീകരിക്കണം. അത് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തിന്റെ അർത്ഥമാണ്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് മാത്രമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്ന് നിങ്ങൾ ഓതിയ ഏത് ആയത്തിന്റെ അർത്ഥമാണ്? ആയത്ത് കണ്ടാൽ തിരിയൂലേ? നിങ്ങൾ തിരിച്ചറി. അത് മാത്രമാണ് എന്ന് ഏതിന്റെ അർത്ഥമാണ്? അതാ പറഞ്ഞെന്ന് ഖുർആനിലുണ്ടല്ലോ. ആ വാക്കാ പറഞ്ഞെന്ന് ഖുർആനിലുണ്ടല്ലോ. അത് പറഞ്ഞുണ്ട്, വേറൊന്നും പറഞ്ഞിട്ടില്ല ഖുർആനിലുണ്ട്. അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അത് പറഞ്ഞു. അല്ല, അതാ പറഞ്ഞത്. അത് പറഞ്ഞു. അത് ഖുർആനിൽ വ്യക്തമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു വ്യാഖ്യാനിച്ച് മങ്കൂസ് മൗലിദില് ഏതോ ഒരു സ്വഹീഹ് പോലാത്ത ഹദീസ് ഉണ്ടെന്നിങ്ങനെ പറയലാണോ? അങ്ങനെയല്ലോ. നിങ്ങൾ പറഞ്ഞത് ഖുർആനിൽ പറയുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന കലിമത്ത് മാത്രമാണ് പറഞ്ഞതെന്ന്. അത് ഖുർആനിലെ ആ ആയത്തിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണ്? അത് ബുദ്ധിയുള്ളവർക്ക് തിരിയും. ബുദ്ധിയുള്ളവർക്ക് നിങ്ങൾ തിരിച്ചറി. എങ്ങനെയാണ് ആയത്തർത്ഥം വെക്കി? ബുദ്ധി ഉണ്ടാവൂല. അല്ല, നിങ്ങൾ വെക്കി, നമുക്ക് നോക്കല്ലോ, നമുക്ക് തിരിയുണ്ടല്ലേ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വ്യക്തമായിട്ട് കാണാം. ഉണ്ടല്ലോ, ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുണ്ട്. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകം ഇതാണെന്ന് ഖുർആനിൽ വ്യക്തമായിട്ടുണ്ട്. ആദം നബി ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഖുർആനിലുണ്ട്. ഇത് മാത്രമാണ് പറഞ്ഞതെന്ന് ഏതർത്ഥാണ്? അതിപ്പോ ഖുർആനിലുള്ള ആ വാക്ക പറഞ്ഞെന്ന് പിന്നെ അതിന് പിന്നെ അത് മാത്രമാണെന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ മാത്രമാണെന്ന് അറിയാലോ. ഇല്ലല്ല, അത് എങ്ങനെ അറിഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. അത് വ്യക്തമാണല്ലോ ഖുർആനിൽ. എവിടെ വ്യക്തമായി? എങ്ങനെ വ്യക്തമായി? ശരി.
ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ചോദിച്ചാൽ കുടുംബം ചോദിക്കുമ്പോൾ കിട്ടൂല. നിങ്ങളുടെ ഉസ്താദ് തന്നെ മറുപടി പറയാൻ നല്ലത്. ഉസ്താദ് മറുപടി ഇതിന് ശിഷ്യം മതി. ഇതിന് ഉസ്താദ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ പോലത്തെ ഏതെങ്കിലും ചാപ്റ്ററിൽ വന്നിട്ട് ഉസ്താദ് മറുപടി വേണോ? അതിന് ശിഷ്യന്മാര് മതി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് പച്ചക്കള്ളമാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങളും പറയുന്നത്. പക്ഷേ അത് മാത്രമാണ് ആദം നബി പറഞ്ഞതെന്ന് നിങ്ങൾ ഉദ്ധരിച്ച ആയത്തിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണെന്ന് കിട്ടേണ്ടത്. ബുദ്ധിയോട് കിട്ടില്ലേ? എന്നാ ബുദ്ധിയുള്ള ആളും പറയട്ടെ ഏത് പദത്തിന്റെ അർത്ഥമാണ്. നിങ്ങളൊന്നും അതിന്റെ അർത്ഥം നോക്കി. നിങ്ങൾ ആയത്തോത് അതെനിക്കറിയില്ലേ? ആയത്തോത് നിങ്ങൾക്കറിയൂലേ? നിങ്ങളെന്നെ ഓതിയത്. ആദ്യം പറഞ്ഞല്ലേ ആയിട്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളാ പറഞ്ഞത്. ആയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞത്, ഞാനല്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ കൂടെ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വ്യക്തമായിട്ട് എന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയൂലേ? ഈ വാചകമാണ് ചൊല്ലിയതെന്ന് വിശുദ്ധ ഖുർആനില്. ഈ വാചകം ചൊല്ലിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനില്. ഈ വാചകമാണ് ചൊല്ലിയതെന്ന് ചൊല്ലിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനില്. ഒന്ന് തന്നെയല്ലേ? അല്ല, ഈ വാചകം മാത്രമാണ് ചൊല്ലിയതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ വാചകമാണ് ചൊല്ലിയെന്ന് ഖുർആനിൽ വാചകം മാത്രമാണ് ചൊല്ലിയതെന്നാണ് നിങ്ങൾ ആദം നബിയും ഹവ്വാ ബീവിയും ചൊല്ലി റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ വ്യക്തമായിട്ട് ഖുർആനിൽ കാണുന്നു. അത് ചൊല്ലിയല്ലോ. അത് ചൊല്ലി, അതാണ് ചൊല്ലിയത്. അതാണ് ചൊല്ലിയതിന്റെ അർത്ഥാണ്. അത് ചൊല്ലിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിന്റെ അർത്ഥാണ്. അത് മാത്രമാണ് ഇതിന്റെ അർത്ഥം. അത് ചൊല്ലിയിട്ടുണ്ട്. അതാണ് ഞങ്ങളും പറഞ്ഞത്. അത് മാത്രമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയത് എന്ന് കാല എന്നതിന് ഇത് മാത്രമാണ് പറഞ്ഞതെന്ന് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അത് അങ്ങോട്ട് തന്നെ വെക്കുക. നിങ്ങൾ ദുർവ്യാഖ്യാനത്തിന് ആവശ്യമില്ല. അത് മാത്രമാണ് ആദം നബി ചൊല്ലിയത് എന്ന് വിശുദ്ധ ഖുർആനിലെ കാലത്ത് അത് മാത്രമെന്ന് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പഠിക്കട്ടെ അതിനെക്കുറിച്ച്. പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ടില്ല. പഠിക്കാതെ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ അപരാധം പറയുകയാണ് നിങ്ങൾ. പഠിക്കാത്ത മൗലവിമാര് വിശുദ്ധ ഇസ്ലാം പറയാമെന്നാൽ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ കടക്കൽ കത്തുവെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിവരമില്ലാതെ വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പറയരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു എന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു എന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇന്നാ തവസ്സൽ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ തവസ്സുൽ ചെയ്യുന്നു എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഹദീസ് കാണാതെ വിശുദ്ധ ഇസ്ലാമിന്റെ അർത്ഥം പഠിക്കാതെ വിശുദ്ധ ഇസ്ലാമിന്റെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, എന്റെ പേരിൽ ആരെങ്കിലും അപരാധം വെച്ചുകെട്ടിയാൽ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താൽ അവന്റെ നരകമാണ്, അവന്റെ പാർപ്പിടമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ അന്ന് പറഞ്ഞതാണ് ഇവർ ഖുർആനോടും പക്ഷേ ലാ യുജാവിസു തറാഖിയഹും അവർ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് ദുൽഖുവൈസറത്തിനെ ചൂണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുലർച്ചയാണ് നാം ഇവിടെ കണ്ടത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് പച്ചയായ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തമായ സത്യമാണ് നാം ഇവിടെ കണ്ടത്. ഇത് തന്നെയാണ് വഹാബി മൗലവിമാര് മുജാഹിദുകള് ഏത് വിഷയത്തിലും അവർ ഉദ്ധരിക്കുന്നത് എന്നത് അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് നാം ഇപ്പോൾ കണ്ടിട്ടുള്ളത്. മാത്രം അല്ലാന്ന് ഖുർആനിലുണ്ടോ? മാത്രം ആണെന്ന് ഖുർആനില്ല, മാത്രം അല്ലാന്ന് ഖുർആനിലുണ്ടോ? ആ ഭാഗത്ത് അങ്ങനെ കിട്ടൂലല്ലോ. ഈ ഖുർആൻ ഇറങ്ങിയ വിധങ്ങൾക്കാണ് അത് ഹദീസിലുണ്ട് എന്നൊക്കെ പറഞ്ഞത്. മാത്രമാണെന്ന് പറഞ്ഞ അയാൾ തെറ്റി എനിക്കറിയില്ല. ഇത് മാത്രമല്ലാന്ന് ഖുർആനിലുണ്ടോ? പറഞ്ഞു എന്നുള്ളൂ. ഇത് മാത്രമല്ലാന്നുള്ള മാത്രം ആകുന്നില്ല. പിന്നെ ഹദീസിലുണ്ട് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. വയലുണ്ടാവല്ലേ, സ്ട്രോങ് ആവല്ലേ? നിങ്ങൾ സ്ട്രോങ് ആയതാണ്. നിങ്ങൾ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിരിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനെ തൊട്ട് കളിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ട് സ്ട്രോങ് ആയതാണ്.